വലിയ പ്രതിഷേധം തന്നെയാണ്. നമ്മുടെ എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. ഞങ്ങൾ ഈ നയിക്കുന്ന സമരം സ്വാഭാവികമായും ഗവർണർക്ക് മാത്രം എതിരായിട്ടില്ല. ഗവർണർ ഇപ്പോൾ ചാൻസലർ പദവിയിൽ ഇരുന്നു കൊണ്ട് സർവകലാശാലയെ പൂർണ്ണമായും സംഘപരിവാർ വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല VC-യുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സമരം നടത്തിയപ്പോൾ തന്നെ ഉന്നയിച്ചതാണ്. ആ സേവാഭാരതിയുടെ RSSന്റെ പോഷക സംഘടനയും പരിപാടിയിൽ പരസ്യമായി പങ്കെടുക്കാൻ ഒരു ജാള്യതയുമില്ലാത്ത ആളുകളായി വൈസ് ചാൻസലർ മാറുകയാണ്. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് പഠിപ്പ് മുടക്ക് സമരത്തിന്റെ ആഹ്വാനം ചെയ്തത് സംസ്ഥാന കമ്മിറ്റി. അതിന്റെ ഭാഗമായാണ് ഇന്നിങ്ങനെ പ്രതിഷേധം സംഘടിപ്പിച്ച് തുടർന്നും ഇതൊരു തുടർ സമരമായി തന്നെയാണ് എസ്.എഫ്.ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ആ നിലയിൽ ഗവർണർമാർക്കെതിരായിക്കൊണ്ട് ഗവർണർ എന്ന് പറയുന്ന പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ നിലയിൽ സർവകലാശാലയെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ശക്തമായ പ്രതിഷേധവുമായി എസ്.എഫ്.ഐ മുന്നോട്ട് പോകും. അതിനോടൊപ്പം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ ആളുകളും ഈ ഒരു എസ്.എഫ്.ഐ ഗവർണർ വേഴ്സസ് എസ്.എഫ്.ഐ എന്നുള്ളതല്ല ഈ സമരത്തിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ മക്കൾ, സാധാരണക്കാരായ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവണം. അതിന്റെ സമര പോരാട്ടങ്ങളുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ എസ്.എഫ്.ഐയെ കാണാം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെതിരായ സമരം ചെയ്യേണ്ടി വരുന്നത്. മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും ഇതിനെതിരായി സമരം സംഘടിപ്പിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇന്ന് പഠിപ്പ് മുടക്കിന്റെ ഭാഗമായി ഞങ്ങൾ ആഹ്വാനം ചെയ്തത് എല്ലാ വിദ്യാർത്ഥികളും, എല്ലാ വിഭാഗം വരുന്ന വിദ്യാർത്ഥികളും ഈ പഠിപ്പ് മുടക്കിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് സമരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഗവർണർക്കെതിരായും സംഘപരിവാറിന്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കെതിരായ പ്രതിഷേധം മുൻപോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇതേ രീതിയിലുള്ള സമരം തുടരും. ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങൾ ശക്തപ്പെടുത്തി വ്യത്യസ്തങ്ങളായ സമരങ്ങൾ ക്യാമ്പസുകളിലേക്കും ഞങ്ങളാൽ കഴിയുന്ന സമരങ്ങൾ മുറയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട്. ഇപ്പോൾ മാർച്ച് എന്ന രീതിയിലാണ് സമരങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റേതെങ്കിലും രീതിയിലുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ മാർച്ചാണ്. പഠിപ്പ് മുടക്കിനെ തുടർന്ന് ജില്ലാ കേന്ദ്രത്തിൽ ഇവിടെ ഒരു മാർച്ചും, ഇതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളിലേക്കും ഈ മാർച്ച് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഈ പറയുന്ന സമരമുറ ഏത് നിലയിലാണ് വിദ്യാർത്ഥികൾ ഇത് സംവദിക്കണം, പൊതുജനങ്ങളിൽ സംവദിക്കണം. അതുകൊണ്ടാണ് വളരെ സമാധാനപരമായി ഈ മാർച്ചിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുചെന്നെത്തിച്ചത്. ഞങ്ങൾ പരിമിതമായ വിദ്യാർത്ഥികളെ മാത്രമാണ് ആഹ്വാനം ചെയ്ത് ഇവിടെ കേന്ദ്രീകരിപ്പിച്ചിട്ടുള്ളത്. ആ നിലയിൽ ഈ സമരം പൊതുജനാധിപത്യ വിശ്വാസമുള്ള പൊതുജനാധിപത്യ വിശ്വാസികളെല്ലാം ഇത് ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആവശ്യം.